Good morning to all. Please mark your attendance. Ready? 8 students are there. Okay? Good. What we learned the previous class? Delvin? Okay, good. Okay, what we learned the previous class? Jiva? Can you say? What is we learned the previous class? Yesterday's class? Speed up. കഴിഞ്ഞ ദിവസത്തേത് വായിക്കാതെ ഒന്ന് നോക്കാണ്ടാണോ ഈ ക്ലാസ്സിൽ കയറുന്നേ? അലൻ ബെന്നി, ക്യാൻ യു സേ? നിങ്ങളെ മ്യൂട്ടല്ല. ഓക്കെ, ഇവിടെ അടിച്ചു വെച്ചിട്ടുണ്ടോ? ഓക്കെ, പറഞ്ഞോളൂ. എവിടെ പോയി നമ്മുടെ ജീവയും മിണ്ടുന്നില്ല, ഒന്നും അലൻ ബെന്നി ഒന്നും പറയുന്നില്ല. We studied about reflections and okay, reflection. Then speed up. Vasudev, please turn on the video. 1 minute, miss. Okay, Sri Vishnu, can you say? Sri Vishnu? Okay, miss. ഞാൻ പറയാവേ. Okay, good. മിസ് ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട്. ആരാ വന്നിരുന്നേ? എന്റെ അമ്മമ്മ. ആണോ? We studied about a variety types of images, real image, virtual image. Real image we can see in a screen, and virtual image we can't see in the screen. This is the difference between images. And we studied about a variety types of mirrors, convex mirrors, concave mirrors. Then concave, there are 3 types of mirrors: concave, convex and plane mirror. And okay, good. Okay, ഇത്രയെങ്കിലും അറ്റ്ലീസ്റ്റ് പറയണം കേട്ടോ അലൻ ബെന്നി, ജീവ. ഓക്കെ, ക്ലാസ്സിൽ കയറുന്നതിന് മുമ്പ് ആ ക്ലാസ്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത ശേഷം മാത്രമേ ഒരു ക്ലാസ്സിൽ കയറാൻ പാടുള്ളൂ, കേട്ടല്ലോ? സോ ഓക്കെ, ലാസ്റ്റ് ക്ലാസ് വി സീ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മിറേഴ്സ്: plane mirror, concave mirror and convex mirror and the reflection. Okay, now we are going to learn about lenses. What is that? Yes, ആരാണെന്നെ വിളിച്ചേ? ഈ റിയൽ ഇമേജും വെർച്വൽ ഇമേജും ഒന്നും കൂടി പെട്ടെന്ന് പറഞ്ഞു തരുമോ? Real image means that can focus, that we will get that object on a screen. Okay, ഒരു സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഒരു സ്ക്രീനിൽ വെച്ചാൽ നമുക്ക് അതിൻ്റെ ലെൻസ് അതിലൂടെ ലെൻസ് അതിൽ നിന്നും റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന ലൈറ്റിനെ വി ക്യാൻ കോൺസെൻട്രേറ്റ് ഓൺ എ പെർട്ടിക്കുലർ പോയിന്റ്. ഓക്കെ, ഒരു പ്രത്യേക പോയിന്റിൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. അതിൽ നിന്ന് കിട്ടുന്ന ചിത്രം നമ്മൾക്ക് സ്ക്രീനൊക്കെ സിനിമയിലൊക്കെ വരുമ്പം നമ്മൾ റിയൽ ഇമേജിനെ മാത്രമേ എടുക്കുകയുള്ളൂ. ഓക്കെ, പ്ലെയിൻ മിററിനെ എടുക്കാൻ പറ്റത്തില്ല, കാരണം നമുക്ക് അതിനെ സ്ക്രീനിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി നമ്മൾ ഒരു ലെൻസും കൂടെ പഠിക്കാൻ പോകുന്നുണ്ട്. ആ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ആ ചിത്രം കുറച്ചുകൂടെ ഒന്ന് ക്ലിയർ ആയി കിട്ടും. ഓക്കെ, പക്ഷേ ഈ കോൺകേവിൻ്റെ ഒക്കെ ആകുമ്പോൾ നമുക്ക് ഈ വി ക്യാൻ കോൺസെൻട്രേറ്റ് ദാറ്റ് ഓൺ എ പെർട്ടിക്കുലർ പോയിന്റ്. അതായത് നമ്മൾ പറഞ്ഞില്ലേ, സൺലൈറ്റിൻ്റെ നേരെ ഗ്ലാസ് പിടിച്ചാൽ ആ സൺലൈറ്റിനെ ഒരു പ്രത്യേക പെർട്ടിക്കുലർ പോയിന്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് വി ക്യാൻ ബേൺ ദാറ്റ് കോട്ടൺ ഓർ പേപ്പർ. ഓക്കെ, അതായത് ഒരു പോയിന്റിലേക്ക് ഇങ്ങനെ ആ ലൈറ്റ് വന്ന് കോൺസെൻട്രേറ്റ് ചെയ്യും.
ഓക്കെ, ആ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ആ ചൂട് കൊണ്ട് നമുക്ക് അത് തന്നെ പേപ്പറിനെ കത്തിക്കാൻ പറ്റും. പക്ഷേ അല്ലാത്തതെന്ന് വെച്ചാൽ അതാണ് ശരിക്കും ഒരു റിയലായിട്ട് വരുന്നത്, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നത് റിയലായിട്ട് വരുന്നത്. മറ്റേത് ഉണ്ട് എന്നുള്ള ഒരു ഫീലിംഗ് മാത്രമേ നമുക്ക് പിന്നെ വെർച്വലിൽ കിട്ടുന്നുള്ളൂ. ഓക്കെ, അത് ഉണ്ടെന്നുള്ളൊരു ഫീലിംഗ് മാത്രമേ കിട്ടുന്നുള്ളൂ. അത് നമുക്ക് യഥാർത്ഥത്തിൽ അത് ഒരു എന്താ പറയുക യഥാർത്ഥ രൂപത്തിൽ അത് കിട്ടുന്നില്ല. ഓക്കെ, അതിനി നമ്മൾ ആ ലെൻസും കൂടെ പഠിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആവും. പറഞ്ഞ മനസ്സിലായല്ലോ? നമ്മളിപ്പോൾ മിറേഴ്സിനെ കുറിച്ചാണ് പഠിച്ചത്, ഇതേപോലെ തന്നെ നമ്മൾ ലെൻസിനെ കുറിച്ചും പഠിക്കും. ഓക്കെ, അത് ഒന്ന് വരുമ്പോൾ കോൺസെൻട്രേറ്റ് നമ്മൾ അതിൻ്റെ ചിത്രങ്ങളൊക്കെ കാണും. അപ്പോൾ നമുക്ക് ക്ലിയർ ഇറ്റ് വിൽ ബി മോർ ക്ലിയർ ഫോർ അസ്. ഓക്കെ, ദെൻ കണ്ടോ എന്താണ് പറഞ്ഞത്? ഓക്കെ, ലെൻസ്. ടുഡേ വി ആർ ഗോയിങ് ടു ലേൺ അവർ ഇമേജസ് ഫോംഡ് ബൈ ലെൻസ്. Images formed by lens. Yesterday we learned about mirrors, and here we are going to learn about lenses. Then what is the difference between these two? What is the difference between these two? Mirrors and lenses. പറയാൻ പറ്റുമോ? We use lens to magnify. മാഗ്നിഫയിങ് ഗ്ലാസസ്, ദാറ്റ് ഈസ് നോർമലി ലെൻസ് അല്ലേ? മാഗ്നിഫയിങ് ഗ്ലാസ് ഒക്കെ ലെൻസസ് ആണ്. മിസ് ചോദിച്ചത് വാട്ട് ഈസ് ഹൗ യു ക്യാൻ ഐഡൻറ്റിഫൈ ഓർ സെപ്പറേറ്റ് എ ലെൻസ് ആൻഡ് മിറർ. ഒരു mirror that fall on it, but a magnifying glass or a lens is transparent. Yeah, good. That is one point. That is, lens is transparent. That means it allow light to pass through it. Okay, lens allows light to pass through it, but mirror never allow it to pass through it, because there is reason for that. Okay, whatever it may be, lens is transparent. ഓക്കെ, നമ്മളിങ്ങനെ പിടിച്ചു നോക്കിയാൽ ഈ സൈഡിൽ കൂടെ നോക്കിയാൽ നമുക്ക് അപ്പുറത്തെ വശത്തേക്ക് കാണാൻ പറ്റും. ബട്ട് മിററിൻ്റെ കേസിൽ അതിൻ്റെ വൺ സൈഡ് കോട്ടഡ് ആയിരിക്കും. സ്റ്റീൽ നമ്മുടെ സിൽവർ കൊണ്ടോ അല്ലെങ്കിൽ അമാൽഗം കൊണ്ടോ അതിൻ്റെ വൺ സൈഡ് കോട്ടഡ് ആയിരിക്കും. എന്തിനാണെന്നറിയാമോ? ഈ റിഫ്ലക്ഷൻ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കണ്ണാടി മുഖം നോക്കുന്ന കണ്ണാടിയില്ലേ, അല്ലെങ്കിൽ ഒക്കെ എടുത്താൽ മതി. ഓക്കെ, ദെൻ മിറർ എന്ന് പറയുമ്പോൾ എന്താണ്? സർഫസ് ടിപ്പിക്കലി എ ഗ്ലാസ് ആണ് മിറർ എന്ന് പറയുമ്പം. ഈസ് ടിപ്പിക്കലി ആ ഗ്ലാസ് കോട്ടഡ് വിത്ത് മെറ്റൽ, സിൽവർ ഓർ അമാൽഗം, ഓക്കെ, വിച്ച് റിഫ്ലക്റ്റ് ലൈറ്റ്. Then another main point is mirrors reflect lights, but lenses refraction is there. Reflection and refraction. Then what is the difference between reflection and refraction? Vasudeve, please stop playing. Alan Benny, Aradhya, Halima. ദൈവമേ, ഹലീമയൊക്കെ ഇവിടെ ഉണ്ടോ? ഹലീമയൊക്കെ വല്ലപ്പോഴും മാത്രമേ പ്രത്യക്ഷപ്പെടാറുള്ളൂ. മെസ്സേജ് അയച്ചാൽ പോലും മിസ്സിന് റെസ്പോൺസ് തരാറില്ല. അവിടെയൊക്കെ ചെവിക്ക് പിടിക്കണം. ഇങ്ങോട്ട് വരട്ടെ കേട്ടോ. ജുവാനൊക്കെ ഓക്കെ, എന്നാലും ഇൻഫോം ചെയ്തില്ല മോളെ. ഇനി എപ്പോഴും മോള് കയറുന്നാല് നെറ്റിന്റെ പ്രോബ്ലം കൊണ്ടാണോ? ജസ്റ്റ് പ്ലീസ് ഇൻഫോം അസ്. ഓക്കെ, ഞങ്ങൾ നിങ്ങളുടെ മെസ്സേജിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇവിടെ. കാരണം ആ ഫോം ഫിൽ ചെയ്തിട്ട് മാത്രമല്ലേ സ്കൂളിൽ നിന്ന് പോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നിങ്ങൾ വലിയ ക്ലാസ്സിലെ കുട്ടികളല്ലേ, പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവില്ലേ? ഓക്കെ, കം ടു അവർ പോയിന്റ്. ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ മിറേഴ്സ് ആൻഡ് ലെൻസ്. മിറർ മീൻസ് നോർമലി എ പ്ലെയിൻ സർഫസ് ആയിരിക്കും, ഗ്ലാസ് സർഫസ് ആയിരിക്കും, അതിൻ്റെ വൺ സൈഡഡ് കോട്ടഡ് ആയിരിക്കും. ഓക്കെ, ഇത് ഇമേജ് ഈസ് ഫോംഡ് ഡ്യൂ ടു ദ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. ദാറ്റ് മീൻസ് ചേഞ്ചിങ് ദ ഡയറക്ഷൻ. അങ്ങോട്ട് പോകുന്നതിനെ തിരിച്ചു വിടും, റിഫ്ലക്ഷൻ. ഓക്കെ, അങ്ങോട്ട് പോകുന്ന ലൈറ്റിനെ തട്ടി ഇങ്ങോട്ട് തിരിച്ചു വിടുക ചെയ്യുന്ന റിഫ്ലക്ഷൻ. ബട്ട് ഇൻ ദ കേസ് ഓഫ് ലെൻസ് ഇറ്റ് ഈസ് ഡ്യൂ ടു റിഫ്രാക്ഷൻ. ഇറ്റ് ഈസ് ഡ്യൂ ടു നോട്ട് റിഫ്ലക്ഷൻ, ഡ്യൂ ടു റിഫ്രാക്ഷൻ. മലയാളത്തിൽ പറഞ്ഞാൽ എന്താണ്? അപവർത്തനം എന്ന് പറയും. ഒന്ന് പ്രതിഫലനം, രണ്ടാമത് അതായത് റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രതിഫലനമാണ്, റിഫ്രാക്ഷൻ എന്നാൽ അപവർത്തനമാണ്. എന്താണ് ഈ വാട്ടർ റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ? പാസ് ചെയ്ത് വിടുന്നതിനാണ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. നോ, പാസ് ചെയ്ത് വിടുന്നതിനല്ല. പാസ് ചെയ്ത് വിടുമ്പോൾ അത് അതിൻ്റെ വേവ് ലെങ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അത് സ്പ്ലിറ്റ് ആവും. ഞാൻ ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറയാം. യു ക്യാൻ സീ റെയിൻബോ ഇൻ ദ സ്കൈ ആഫ്റ്റർ ദ റെയിൻ.
കാണത്തില്ലേ? Yes, yes, yes. റെയിൻബോ കാണുന്നില്ലേ? ഈ റെയിൻബോ എങ്ങനെയാ സംഭവിക്കുന്നത്? വാട്ട്സ് ദ കോസ് ഫോർ ദിസ് റെയിൻബോ? ചെറിയ തോതിൽ മഴ പെയ്യുമ്പം അങ്ങോട്ട് വെട്ടമടിക്കുമ്പോ അത് കണ്ടു. അവിടെ എന്തൊക്കെയോ പ്രോസസ്സ് നടക്കുന്നുണ്ട്. അതായത് എന്തൊക്കെയുണ്ട്? അടാ നമ്മൾ ഈ നമ്മുടെ CD-യുടെ ഡിസ്ക് എടുത്ത് നോക്കിക്കേ, അതിങ്ങനെ നല്ല എത്ര കളറിലാണ് തിളങ്ങുന്നത്. CD-യുടെ ഡിസ്ക് കണ്ടിട്ടുണ്ടോ? എടാ നല്ല നല്ല കളർഫുൾ അല്ലേ? അത് ഇങ്ങനെ തിളങ്ങില്ല പല കളറില്ലേ? ഇതൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ എന്തോ റെയിൻബോ കളേഴ്സിനെ പോലെ. ഓക്കെ വരുന്നു. അപ്പം ഇതൊക്കെ പറഞ്ഞാൽ റിഫ്രാക്ഷൻ ആണ്. ദാറ്റ് മീൻസ് ലൈറ്റ് എന്താണ്, ലൈറ്റ് പാസസ് ത്രൂ ദ വാട്ടർ. ദെൻ വാട്ട് ഇറ്റ് ഹാപ്പൻസ്, ഇറ്റ് സെപ്പറേറ്റ് ഇൻ ടു, ഇൻ ദ കേസ് ഓഫ് നമ്മുടെ സൺലൈറ്റ് വി ഫീൽ ഇറ്റ് ഈസ് വൈറ്റ് കളർ അല്ലേ? ദെൻ വാട്ട് ഈസ് ദ കളർ ഓഫ് വാട്ടർ? നോർമലി വി സേ ഇറ്റ് ഈസ് വൈറ്റ് കളർ അല്ലേ? ദെൻ വാട്ട്സ് ദ കളർ ഓഫ് സൺലൈറ്റ്? നോർമലി സേ ഇറ്റ് ഈസ് വൈറ്റ് കളർ അല്ലേ? ഇനി എസ്പെഷ്യലി പ്രത്യേകിച്ചൊരു കളർ പറയാനുണ്ടോ? നമ്മളൊരു വൈറ്റ് കളർ എന്ന് പറയുന്നല്ലേ. പക്ഷേ അതിനുള്ളിൽ മാജിക്കുണ്ട്. ദർ ആർ 7 കളേഴ്സ് ഇൻസൈഡ് ദാറ്റ് സൺലൈറ്റ്. ഓക്കെ, ദാറ്റ് ആർ എന്തൊക്കെയാണ്? വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. ഇത് ഓർത്തിരിക്കാൻ മിസ് ഒരു ഷോർട്ട് ഫോം പറഞ്ഞു തരട്ടെ. വിബ്ജിയോർ എന്ന് പറയും. വിബ്ജിയോർ, VIBGYOR, വിബ്ജിയോർ. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. ഈ വിബ്ജിയോറാണ് ഷോർട്ട് ഫോം. ഈ വിബ്ജിയോർ ചേർന്നാണ് നമ്മുടെ സൺലൈറ്റ് അല്ലേ? ആള് സൂത്രശാലി. ഇപ്പോൾ പുറത്തോട്ടൊന്ന് നോക്കിക്കേ, എത്ര കാമാൻ കോയറ്റായിട്ടാണ് അല്ലേ? വൈറ്റ് കളറിൽ ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞ് സിമ്പിളായിട്ട് നിൽപ്പുണ്ടല്ലേ? പക്ഷേ ഈ കക്ഷിനെ ഒരു വാട്ടർ ഡ്രോപ്സിലൂടെ ഒന്ന് കടത്തി വിട്ട് നോക്കിക്കേ. നമുക്ക് റെയിൻബോ കാണാൻ പറ്റും അല്ലേ? മഴവില്ല് കാണാൻ പറ്റും. ദാറ്റ് മീൻസ് വെൻ ദിസ് ലൈറ്റ് പാസ് ത്രൂ ദിസ് വാട്ടർ ഓർ ദെൻ ദിസ് പാസ് ത്രൂ എ ലെൻസ്. ഓക്കെ, മിറർ കടത്തിവിടത്തില്ല കേട്ടോ, ബ്ലോക്ക് ചെയ്തിട്ട് റിഫ്ലക്റ്റ് ചെയ്യും. പക്ഷേ ലെൻസ് എന്നത് പാസ് ചെയ്യും. ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ ഡിപ്പെൻഡിങ് അപ്പോൺ ദ വേവ് ലെങ്ത് ഓഫ് ദ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കളേഴ്സ് ഇറ്റ് വിൽ സ്പ്ലിറ്റ് അപ്പ് ഇൻ ടു ഡിഫറെൻറ്റ് കളേഴ്സ്. അതായത് നമ്മൾ ലൈറ്റ് കടത്തി വിടുമ്പം അതിൻ്റെ വേവ് ലെങ്ത്തുള്ള വ്യത്യാസം കൊണ്ട് ഈ ലെൻസിലൂടെ കടന്നു പോകുമ്പോൾ അത് പല രീതിയിലായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അതിൻ്റെ വേവ് ലെങ്താണ് അതിൻ്റെ മെയിൻ റീസൺ. അങ്ങനെ വരുമ്പോൾ അത് ഘടകവർണ്ണങ്ങളായിട്ട് സെപ്പറേറ്റ് ചെയ്യും. ഇപ്പം മനസ്സിലായോ? ഈ മഴ പെയ്ത ശേഷം അന്തരീക്ഷത്തിൽ എന്താണ്, ഹ്യൂമിഡിറ്റി ഉണ്ടാവും, ചെറിയ തോതിലുള്ള വാട്ടർ ഡ്രോപ്സ് ഉണ്ടാവും. ഈ വാട്ടർ ഡ്രോപ്സിലൂടെ സൺലൈറ്റ് കടന്നു വരുമ്പോൾ അത് പിന്നെ അതിൻ്റെ 7 കളേഴ്സായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെയാണ് റെയിൻബോ ഉണ്ടാകുന്നത്. അതാണ് ശരിയായ റിഫ്രാക്ഷൻ. ഓക്കെ, അതാണ് ആ പ്രോസസ്സാണ് റിഫ്രാക്ഷൻ. ഓക്കെ, റിഫ്ലക്ഷൻ ഞാൻ തട്ടി തിരിച്ചു വരിക മാത്രമാണ് ചെയ്യുന്നത്, കളറൊന്നും മാറുന്നില്ല. പക്ഷേ ഇവിടെ അതിൻ്റെ സെപ്പറേറ്റ് ആയി മാറുന്നുണ്ട്. പിന്നെ ഈ കളറിനെ കുറിച്ച് നിങ്ങളുടെ ബുക്കിൽ ഇപ്പം പഠിക്കാനില്ലെങ്കിലും നിങ്ങൾ പ്രൈമറി കളേഴ്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ജോയൽ, ജുവാന, പ്ലീസ് ടേൺ ഓൺ വീഡിയോ. വാസുദേവ്, ഓക്കെ, നിങ്ങൾ പ്രൈമറി കളേഴ്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? സിമ്പിളാടാ. നമ്മുടെ ഒരു ചെമ്പരത്തിച്ചെടീനെ ഓർത്താൽ മതി. ചെമ്പരത്തിച്ചെടിയിലെ പൂവിൻ്റെ കളർ എന്താ? റെഡ് അല്ലേ? ലീഫിൻ്റെ കളർ എന്താ? ഗ്രീൻ അല്ലേ? ദെൻ സ്കൈ എന്താ? ബ്ലൂ ആണല്ലേ? ദീസ് ആർ പ്രൈമറി കളേഴ്സ്, റെഡ്, ഗ്രീൻ ആൻഡ് ബ്ലൂ. ഇത് മിസ് പഠിക്കുന്ന സമയത്ത് ഉണ്ടാക്കി വെച്ചൊരു സൂത്രമാണ്. കാര്യങ്ങൾ നമ്മൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഇങ്ങനെ കടുകല്ലേ, നമ്മളിപ്പോൾ കുറേ കാര്യങ്ങൾ പഠിച്ചു വരുമ്പം നമ്മളത് മറന്നു പോകും അല്ലേ? അന്നേപ്പോഴും മിസ് ഇങ്ങനെ ഒരു സൂത്രപ്പണി ചെയ്ത് വെച്ചുകൊണ്ട് അതിൽ നിങ്ങളെ പഠിപ്പിക്കേണ്ട വന്നപ്പോൾ എനിക്ക് മിസ്സിന് അത് ഓർമ്മ വന്നു. പ്രൈമറി അത് നിങ്ങൾക്ക് ഞാൻ പറയില്ല, PSC എക്സാം അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾക്ക് വരുന്ന ക്വസ്റ്റൻ ഏതൊക്കെ, പ്രൈമറി കളേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഓർത്തിരിക്കാനുള്ള എന്താണ്, മിസ് ഒരു ചെമ്പരത്തിച്ചെടീനെ ഉദാഹരണമായി എടുത്തത്. ചെമ്പരത്തി ഫ്ലവർ റെഡാണ്, ലീഫ് ഗ്രീനാണ്, ആൻഡ് സ്കൈ ഇല്ലേ? സോ ദാറ്റ് ആർ പ്രൈമറി വൺ. ദെൻ വാട്ട് ഇസ് മീൻ ബൈ പ്രൈമറി കളേഴ്സ് ആൻഡ് സെക്കൻഡറി കളേഴ്സ്? പ്രൈമറി കളേഴ്സിനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല, ഓക്കെ, നോർമലി. പക്ഷേ സെക്കൻഡറി കളേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ പ്രൈമറി കളേഴ്സിനെ
ഡിഫറെൻറ്റ് മെത്തേഡിൽ ഡിഫറെൻറ്റ് എമൗണ്ടിൽ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കളറെല്ലാം കിട്ടും. ഓക്കെ, നമ്മൾ ഈ പ്രൈമറി കളേഴ്സിനെ ഒരു പ്രത്യേക കോമ്പോസിഷനിൽ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വൈറ്റ് കളർ കിട്ടും. ഓക്കെ, ഈ പ്രൈമറി കളേഴ്സിനെ പ്രത്യേക ഒരു പൊസിഷൻ ഒരു കോമ്പിനേഷനിൽ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വൈറ്റ് കളർ കിട്ടും. Okay, then you can make this colorful disc. They can make how its name is Newton's, then something like Newton's disc. Okay, Newton's, okay, it is Newton's disc. How can make this Newton's disc? കണ്ടോ, അവർ പറയുന്നുണ്ട്, ഒരു പേപ്പർ എടുത്തിട്ട് അല്ലെ ഒരു CD അതെടുത്തിട്ട് അതിൽ ഈ കളേഴ്സിനെ പിന്നെ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുക, അല്ലെ കളർ പേപ്പർ ഒട്ടിച്ചാൽ മതി. എന്നിട്ട് അതിൻ്റെ സ്പീഡിൽ കറക്കുക. സ്പീഡിൽ കറന്നു കഴിയുമ്പോൾ അത് നമുക്ക് വെള്ളയായിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, നമ്മുടെ സിനിമയിലൊക്കെ നടക്കുന്ന പരിപാടി എന്താടാ, നമ്മുടെ കണ്ണിലൊരു ഇതുണ്ട്. ഇതൊക്കെ വെറുതെ കോമൺ ആയിട്ട് മിസ് പറയുന്നുള്ളൂ, ടെസ്റ്റിലില്ല, ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു തന്നുള്ളൂ. പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ മീൻസ് നമ്മുടെ കണ്ണെടുത്തുകൊണ്ട് ചിത്രങ്ങളെ ഒരു സെക്കൻഡിൽ 1/16 സെക്കൻഡ് സമയത്ത് ചിത്രങ്ങളെ നമ്മൾ ഫോട്ടോ സിനിമ ഷൂട്ട് ചെയ്യുന്നില്ലേ, അതിൻ്റെ സ്പീഡിൽ കടത്തി വിടുമ്പം ഈ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചലിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. അതിനെയാണ് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ ഈ ന്യൂട്ടൺ നമ്മുടെ ഡിസ്കിൽ പല കളറുകൾ, ഈ 7 കളറ് മാർക്ക് ചെയ്തിട്ട് അതിനെ പെട്ടെന്ന് സ്പിൻ ചെയ്യിക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ ഒരു ചിത്രം വന്ന് അത് 1/16 സെക്കൻഡ് അവിടെ നിന്നിട്ട് അടുത്ത ചിത്രം വരുമ്പോഴത്തേന് അതിൻ്റെ ആ ഗ്യാപ്പ് തിരിച്ചറിയാൻ നമ്മുടെ കണ്ണിന് പറ്റത്തില്ല, കുറച്ച് സമയം കിട്ടത്തില്ല. നമ്മൾ ശരിക്കും നമ്മുടെ കണ്ണിനെ പറ്റിക്കുകയാണ് ചെയ്യുന്നത്, അതിനെ റിക്കഗ്നൈസ് ചെയ്യാനുള്ള ടൈം കൊടുക്കത്തില്ല. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഈ കളറെല്ലാം കൂടെ ഒന്നിച്ച് ചേർന്ന് വൈറ്റായിട്ട് നമുക്ക് തോന്നും. അതാണ് ന്യൂട്ടൺസ് ഡിസ്ക് ആയി വരുന്നത്. ഓക്കെ, These are the main points in this chapter. ഇനി നമ്മളത് വായിച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽസ് വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് പാഠം വായിച്ച് കഴിയുമ്പോൾ അത് ക്ലിയർ ആകും. ഓക്കെ ഓക്കെ 12 പാർട്ടിസിപ്പൻസ് അത് ഇനിയുണ്ട്, കുറച്ച് പേര് ആബ്സെൻ്റ് അല്ലേ. ഇതാരാണ്? ഷാനിഫ് പ്രസൻ അടിച്ചിട്ടുണ്ടാ? ഒരു പ്രാവശ്യം മതിയേ. ഓക്കെ, these are the main points. Okay, then we can go through the lesson and find out where any important points are there or not. Ready? Lesson മനസ്സിലായോ എന്താണെന്ന്? മിറേഴ്സിനെ കുറിച്ച് ഒന്നുകൂടെ പറയൂ സർ. ആരാ ഒന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞു, മിസ്സിന് കേൾക്കുന്നു. ശ്രീവിഷ്ണു. എന്താ ശ്രീവിഷ്ണു? ഞാൻ കോൺകേവിനെ കുറിച്ചും പ്ലെയിൻ മിററിനെ കുറിച്ചും എനിക്ക് മനസ്സിലായി, പക്ഷെ മൂന്നാമത്തേതിനെ കുറിച്ച് മനസ്സിലായില്ല. മിറേഴ്സ്, കോൺവെക്സ് മിററിനെ കുറിച്ചാ പറഞ്ഞുതരാം. ഓക്കെ, പിന്നെ അത് പറയുമ്പോഴാണ് ഇത് കാണുമ്പോഴാണ് ഈ കോൺവെക്സും ഇതും തമ്മിൽ തിരിച്ചറിയാൻ. മിസ് ആ പോയിന്റിലേക്ക് വരാം, മോൻ പറഞ്ഞ പോയിന്റിലേക്ക് വരാം. ഇതിനു മുമ്പ് വി ക്യാൻ ഐഡൻറ്റിഫൈ കോൺവെക്സ് കോൺകേവ് മിറേഴ്സ് ലെൻസസ് ഈസിലി. എങ്ങനെയാണെന്നറിയാമോ? എടാ, ഈ കോൺകേവ് മിററും കോൺവെക്സ് മിറർ ലെൻസും നമുക്ക് മിററിനെ പെട്ടെന്ന് നമുക്ക് അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല, പ്രത്യേക ഷേപ്പൊന്നുമില്ല, അത് പ്ലെയിൻ മിററാണ്. പക്ഷേ ലെൻസ് നമ്മുടെ ജസ്റ്റസ് പറഞ്ഞില്ലേ, തൊട്ട് നോക്കിയാൽ മതി. കോൺവെക്സ് ആണെങ്കിൽ എന്താ ഉദാഹരണം പറയണ്ടേ, നല്ല നമ്മുടെ സോഫ്റ്റ് ഇഡലി പോലെ അല്ലേ, നടു ഇങ്ങനെ പൊങ്ങി നിന്നിരിക്കും, അറ്റം ഇങ്ങനെ ഇരിക്കും ഇല്ലേ, നല്ല ബൾജായിരിക്കും, നല്ല ഇരിക്കും. പക്ഷെ നമ്മുടെ കോൺകേവ് എന്ന് പറയുമ്പം അടിയിലേക്ക് കുറച്ച് വളഞ്ഞിട്ടായിരിക്കും, സൈഡിൽ തിക്നെസ് കൂടുതലായിരിക്കും. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യും അത്. ഓക്കെ, കോൺകേവ് ലെൻസും കോൺവെക്സ്. ഇനി നമുക്ക് മിററിലേക്ക് വരാം. ജസ്റ്റ് പാഠം വായിച്ചു വരും, മിസ് ഒന്നുകൂടെ ഡീറ്റെയിൽ പറഞ്ഞു തരാം കേട്ടോ ശ്രീവിഷ്ണു. ഓക്കെ, നമുക്ക് ആ പോർഷൻസ് കവർ ചെയ്ത് വരുമ്പോൾ ഒന്നുകൂടെ ഡീറ്റെയിൽസ് ആണ് മിസ് പറഞ്ഞു തരാം. മനസ്സിലായി. എനിക്ക് അതേ ഡൗട്ട് ഉണ്ടായിരുന്നുള്ളൂ, ഈ മനസ്സിലാക്കുന്ന എങ്ങനെയാണ്, രണ്ടും കൂടി സെപ്പറേറ്റ് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ലായിരുന്നു, അതുകൊണ്ടാണ്. നീ ക്ലിയർ അല്ല മോൻ പറയുന്നത്, എന്തോ കുറച്ച് സൗണ്ടേ വരുന്നുള്ളൂ മോനെ. മിസ്സേ, രണ്ടും കേൾക്കുമ്പോ ഒരേപോലെ ആയിരുന്നു, ഇപ്പൊ എനിക്ക് ആ ഡൗട്ട് മാറി. കോൺവെക്സ് എന്താ കോൺകേവ് എന്താ മനസ്സിലായി. ഓക്കെ 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 എനിക്കുണ്ടായിരുന്ന പഠിക്കുമ്പോൾ ഇതേ സംശയം ഉണ്ടായിരുന്നു എനിക്ക് അന്ന്. പക്ഷെ അന്ന് ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്കും ഐഡിയ ഒന്നും കിട്ടില്ല. കോൺകേവ് മിററും കോൺകേവ് ലെൻസൊന്നും ഐഡിയ ഒന്നും എനിക്ക് കിട്ടി. എനിക്ക് പിന്നീടാണ് ഞാൻ അതിനെക്കുറിച്ച് സ്വയം വായിച്ച് പഠിച്ചപ്പോഴാണ് ഇങ്ങനെ ഡിഫറൻസ് ഉണ്ടെന്നൊക്കെ മനസ്സിലായത്. ഓക്കെ, അന്ന് സാറ് പറഞ്ഞ് ഞാൻ കേൾക്കാഞ്ഞിട്ടാണോ വാട്ട് എവർ ഇറ്റ് മേ ബി, അന്ന് എനിക്കത് ക്ലിയർ ആയിട്ടില്ലായിരുന്നു.
ഓക്കെ. പക്ഷേ അതൊക്കെ പിന്നീട് നമ്മൾ എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ വരുമ്പോഴാണ് ഇതിൻ്റെ സെപ്പറേഷൻ നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ വരുന്ന ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത്. സോ ആ അനുഭവം കാരണമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് പ്രത്യേകിച്ച് നെറ്റിൽ നോക്കിയിട്ട് തന്നെ അത് സെപ്പറേഷൻ നോക്കിയെടുത്ത് നോട്ട് ചെയ്ത് പറഞ്ഞത്. അനുഭവമാണ് ഏറ്റവും വലിയ ഗുരു അല്ലേ? ഓക്കെ, ദെൻ വി ക്യാൻ സ്റ്റാർട്ട്. ലൈറ്റ് കുറച്ച് വായിച്ചായിരുന്നു ജസ്റ്റസ് ഓക്കെ അല്ലേ? നോ പ്രോബ്ലം. ദെൻ ആരാ? ഹലീമ, പ്ലീസ് റീഡ് ദിസ് 15th ചാപ്റ്റർ സ്റ്റാർട്ട്. ഹലീമ, കുറച്ച് മോളുടെ മുഖം മിസ്സിന് കാണുന്നില്ല. തട്ടോ ഇന്ന് കുറച്ച് നെറ്റിയൊക്കെ കണ്ട് കുറച്ച് കയറിയിരുന്ന മോളെ, കുറച്ചുകൂടെ ഫേസ് കാണട്ടെ മിസ്സിന്. ഓക്കെ ഗുഡ്. ഓക്കെ ഓക്കെ, ദെൻ സ്റ്റാർട്ട് റീഡിങ്. വരുമ്പോൾ ഇടയ്ക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ, പറയാം. ചാപ്റ്റർ 15 ലൈറ്റ്. ആദ്യത്തെ പാരഗ്രാഫ് അല്ലേ? യെസ്, ഫസ്റ്റ് വൺ. You might have seen a big beam of sunlight when it enters a room through a narrow opening or hole. A hole. You may have also seen beacons of light from the headlamps of scooters. Headlamps of scooters, cars, and cars and engines of train. And engines of train. Similarly, a beacon of light can be seen from a torch. Some of you may have seen a beacon of the from a lighthouse. എന്താ മിസ്സേ? ഫ്രം നീ മോള് വായിക്കുന്ന മിസ്സിന് ക്ലിയർ ആയിട്ട് ഇവിടെ കിട്ടുന്നില്ല. Circumvallate from a lighthouse or from an airport tower. Tower. Sorry. What do you these experience suggest? Light travels along a straight line. Bojo recalled an activity he performed in class 6th. In that activity, he looked at a lighted candle first through a straight pipe and then through a bent pipe. Figure 50.2. Why was the Bojo not able to see the candle flying through a bent pipe? This activity shows that light travels along straight line. How can we change the path of light? Do you know that what happens when light falls off a polished or a shiny surface? Okay, that is enough. മോൾ ഒന്നും കൂടെ റീഡിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം കേട്ടോ. കുറച്ചും കൂടെ ഓക്കെ ആണ്, പക്ഷെ അത് ഇമ്പ്രൂവ് ചെയ്യണം. ഓക്കെ, ദെൻ ജുവാന. എവിടെയായിരുന്നു മിസ്സേ? അത് കിട്ടിയില്ല. റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് 15.2. റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. Okay, mister. On the way to change the direction of the light is to let it fall on a shiny surface. For example, a shiny stainless steel plate or a shiny steel spoon can change the direction of the light. The surface of water can also act like a mirror and change the path of light. Have you ever seen the reflection of trees or buildings in water? Figure 15.3.
Any polished or shiny surface can act as a mirror. What happens when light falls on a mirror? You have learned in class 6 that a mirror changes the direction of the light that falls on it. This change of direction by a mirror is called reflection of light. Can you recall the activity in which you got the light of a torch reflected by the mirror? Let us perform a similar activity. Activity 15.1. Take a torch and cover its glass with a jar of paper which has three narrow slits as shown in figure 15.5. Spread a sheet of chart paper on a smooth wooden board. Fix a plain mirror strip vertically on the chart paper. Figure 15.5. Now direct the beam of light on the mirror from the torch with the slits. Place the torch in such a way that its light is seen along the chart paper on the board. Now adjust its position so that the light from the torch strikes the plane mirror at an angle. Figure 15.5. Does the mirror changes the direction of the light that falls on it? Now move the torch slightly to the either side. Do you find any change in the direction of the reflected light? Look into the mirror along the direction of the reflected light. Do you see the slits in the mirror? This is the image of the slits. This activity shown how to light get reflected from a plane mirror. Let us play around the images formed in mirrors and know a little bit more about them. Okay, okay, good, good. Then Muhammad Shanif, എവിടെ പോയടാ? പോയോ? ജീവ, ശ്രീവിഷ്ണു പോയി. ഇപ്പോൾ ഷാനിഫ് ഉണ്ടായിരുന്നല്ലോ ഇവിടെ. ഇപ്പൊ കാണുന്നില്ല. ഓക്കെ, വസുദേവ്, യു ക്യാൻ. ആക്ടിവിറ്റി ആ, മോനെ കണ്ടിന്യൂ. കിട്ടിയില്ല. എവിടെ പിന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്? അതുകൊണ്ടല്ലേ മിസ് ഇടയ്ക്കിടയ്ക്ക് എനിക്കറിയാം ശ്രദ്ധ. പേജ് നമ്പർ 176 ആ കോഷൻ എന്നെഴുതിയതിൻ്റെ തൊട്ട് താഴെയായിട്ടുള്ളത് വായിച്ചോ. ആക്ടിവിറ്റി 15.2. Place a lighted candle in front of a plain mirror. Place a light candle in front of a plain mirror. Try to see the flame of the candle in the mirror. It appears as if a similar candle is placed behind the mirror. The candle which appears behind the mirror is the image of a candle Formed by the mirror. Formed by the mirror. Figure 15.6. The candle its Self-is object. Self-is object. Now move the candle of different position in front of the mirror. Derive the image in each case. Was the image Each case. Is in each case did the flame appear on up to the candle as in the object such
us such an image is called Correct. correct. An image formed by a plane mirror is and of the same sex as the object. Now place a Vertical screen. vertical screen behind the mirror. Try to Obtain the obtain the image of a canteen on his screen. Can you get the image of the screen? Now please screen. Now please the screen in front front in of the front mirror. of the mirror. Can you get the image on the screen now? You will find that the image of a candle cannot be obtained on the screen in Either screen. Either case. either case. What about the distance of image from the mirror? Let's us perform another activity. Okay, man, stop. Okay. No, that is enough. Morning improvement